കളിക്കാൻ ലേറ്റ് ആയതല്ല. ഒന്നാമത്തെ കാര്യം അവിടെ കുറെ ഗെയിമുകൾ വെളിയിൽ ആൾക്കാർ സെറ്റ് ചെയ്തത് കാരണമാണ്. കാരണം എന്നെക്കാട്ടി അവിടെ കളിക്കാത്തവരും ബീൻ ബാഗ് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെങ്ങനെ സേവ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ ഫാൻസ് വോട്ട് മാറ്റി കൊടുത്ത് അങ്ങനെ പലരും കയറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നിങ്ങൾ ഈ വൈൽഡ് കാർഡായിട്ട് 2 ഗ്രൂപ്പായിട്ട് കണ്ട പോലെ തോന്നിയായിരുന്നു? വൈൽഡ് കാർഡ് ആക്ച്വലി വൈൽഡ് കാർഡും ഹൗസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ ടാസ്ക് തന്നെ അങ്ങനെ ആയിരുന്നു, തുണി വേഴ്സസ് പണി. നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷോ മേക്കേഴ്സിനും അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രോ അകത്തായപ്പോൾ അകത്തുണ്ടായ സമയത്ത് പുറത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബ്രോ അനുമോളായിട്ട് ലവ് ട്രാക്കിലായിരുന്നു, അത് പിടിക്കാൻ ശ്രമിച്ചായിരുന്നു. അത് ലവ് ട്രാക്ക് ഒന്നും അല്ല, പക്ഷെ അനുമോളായിട്ട് എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. കാരണം അനുമോള് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ്, ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു. സോ അതെങ്ങനെ വെളി വന്നുള്ള എനിക്കറിയത്തില്ല. കാരണം ഫോൺ എനിക്ക് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, എനിക്ക് ബാക്കിയൊക്കെ നോക്കണം. ബ്രോ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ ട്രാക്ക് പിടിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു? ട്രാക്ക് പിടിക്കാൻ നോക്കിയാൽ നമ്മൾ പറയില്ല, ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തതാണ് അനുമോളുമായിട്ട്, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടില്ല. ഈ ലാലേട്ടൻ്റെ ബാക്കിയുള്ള സീസണുകൾ വെച്ചിട്ട് ഈ സീസണാണ് മൊത്തം ലാലേട്ടൻ ഫയർ ആയിട്ട് കാണുന്നത്. ഭയങ്കര ഫയറാണ്. കാരണം രാവിലെ ഞങ്ങൾക്ക് ഒരു മോർണിംഗ് സോങ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ തീം സോങ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം. അത് ഒന്ന് കുറച്ച് മാറിയെന്നാൽ കുറച്ച് നല്ലതായിരിക്കും. എനിക്ക് ആ മോർണിംഗ് സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടിയാണ്. കാരണം ലാലേട്ടൻ നിന്ന് വരും. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാതെ ഭയങ്കര ഫയറായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഭയങ്കര പേടിയുള്ളൊരു സീസൺ ആയിരുന്നു. അതിപ്പോൾ നിങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെ ഇല്ല, ആരും എനിക്ക് തോന്നുന്നു ആ ഔട്ട് വെളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഞാനുണ്ടായിരുന്നു. മസ്താനി ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല ആ കാര്യം. കാരണം ഞാൻ ആ സിറ്റുവേഷനിലുള്ള ആളാണ്. എനിക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷ്മിയാണ് അത് കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയത്. കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താനിയും ലക്ഷ്മിയും ജിഷ്ണു എല്ലാം കൂടെ ബീൻ ബാഗ് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മസ്താനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നും പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നും ലക്ഷ്മി ഈ സീൻ ഉണ്ടാക്കിയപ്പം മസ്താനി പറഞ്ഞതാണ്. ലക്ഷ്മിയാണ് ഇത് ആക്ച്വലി കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ സിറ്റുവേഷനിലുള്ള ഒരാളാണ്. ഈ അക്ബറൊക്കെ കളിക്കുന്നത് സേഫ് ഗെയിം ആയിട്ട് തോന്നുന്നു. അക്ബർ സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല അക്ബറിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടുണ്ട്. അക്ബർ മൂട് താങ്ങി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടുണ്ട്. കാരണം അക്ബർ ഇരിക്കും, അക്ബറിന്റെ മൂട് താങ്ങി കുറേ കണ്ടസ്റ്റൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നെ എപ്പോഴേലും പറയാം. കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ വെളിയിൽ കാണാത്ത പലതും പല കാര്യങ്ങളും ഉണ്ട്. അതെനിക്കിപ്പം അതെ അതെ അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. കാരണം അതെനിക്കിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു വാക്കിൽ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ലൈവില് കാണുന്നത് ഒന്നുമല്ല, ആ വീഡിയോ അകത്ത് വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ്. ഡെഫിനറ്റ്ലി കുറെ കോണ്ടന്റുകൾ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വെളി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലതും ഓഡിഷൻ ഉണ്ട്. ഞാൻ ആകെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു അനുമോളുമായിട്ട് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ വെളി വന്നിട്ടുള്ളൂ. അതൊരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലാണ് പുറത്ത് വന്നേക്കുന്നത്. പക്ഷെ അത് ലവ് ട്രാക്ക് ഒന്നും അല്ല. ഞങ്ങൾ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഭയങ്കര എനിക്ക് വിഷമം വന്നത്. ഈ അനുമോള് എല്ലാവരും ഇറങ്ങി പോകുന്ന ഇതുപോലത്തെ ഒരു കരച്ചിൽക്കാരി പരിപാടി ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഒരു ഡ്രാമ കാണിക്കുന്ന ഡ്രാമയായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അനുമോൾ ഒരു ജെന്യുവനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചീറ്റുമെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല. കാരണം ഞാൻ അതിനു മുമ്പ് അതെ കിച്ചൺ ക്യാപ്റ്റൻ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്കൊന്നൊരു പണിയായിരുന്നു. കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. അവരെന്ന പണിയായിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ കണ്ടുണ്ടോന്ന് അറിയത്തില്ല. അതിനുശേഷം ആ കിച്ചണിൽ ഫുൾ അടിയായിരുന്നു ഈ വീക്ക്. ഇവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഡ്രൈ ഡേ ആണ്. പക്ഷെ ആ ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് ഭയങ്കര അടി നടന്നിട്ടുണ്ട് കിച്ചണിൽ. സോ എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയെന്നുള്ള കാര്യം. ഇവൻ ലാലേട്ടൻ അത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു മസ്താനിനെ ലക്ഷ്മിനെ ഔട്ടാക്കാൻ വേണ്ടി ബാക്കി ആൾക്കാർ വേറൊരു ഔട്ട് ആവുന്ന പ്രതീക്ഷ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു. അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞു പോകുന്നു. ഈ സീസണിൽ കപ്പടിക്കുന്ന പ്രതീക്ഷ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ മാത്രമല്ല ആ വീട്ടിലെ ആരും അത് നോട്ട് ചെയ്തിട്ടില്ല. അതിലനൂറ വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല. ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലായില്ല ഇത് ആരെ കുറിച്ചാണ് പറയുന്നുള്ളത്. ഞാൻ കിച്ചണിൽ വരുന്നു, ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും. കാരണം
ഫസ്റ്റ് ഡേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒരു അടി ഉണ്ടായത് തന്നെ ഇതിൻ്റെ പേരിലാണ്. അല്ല, ലക്ഷ്മി ഇതല്ലാണ്ട് പല പ്രാവശ്യം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ്. ആ കോൺവെർസേഷൻ ഞാനൊരു പാർട്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. കാരണം അവിടെയുള്ള ഒരു 80% കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്സ് ഒന്നും ഇതിനായിട്ട്. അകത്ത് പോയി എന്നുള്ള രീതിയിൽ അവിടുന്ന് ബ്രോക്ക് അറിയാലോ ആരാ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ആരാണ് ബ്രോ? അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും, കാരണം ഇവരൊക്കെ എനിക്കിപ്പം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കപ്പാരിക്ക് കൊടുക്കാന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇല്ല. ഇപ്പം കറന്റ് എനിക്കറിയില്ല, കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ് നടക്കുന്നത്. അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിൻ്റെ ഒരു ലീനിയർ ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക എന്ന് പറയും. ഉച്ചയ്ക്ക് അത് തന്നെ പറയും. എവറി ഡേ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബ്രോക്കറിയിൽ കപ്പടിക്കും. ഇപ്പോൾ ട്രോൾ പോലെ വരുന്നത് ഈ പ്രാവശ്യത്തെ കപ്പിൽ ആലേട്ടന് കൊടുക്കണമെന്ന് പറയുന്നത് അത് സത്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച്, കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആൾക്കാരെല്ലാവരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മസ്താനിയെ സംബന്ധിച്ച് വയൽക്കാട് ആരും പുറത്തുനിന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം ഒന്നും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യമാണ്. പക്ഷെ മസ്താനി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടായി വീട്ടുകാരെ വെച്ചിട്ട്. അപ്പൊ ബ്രോ അതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചു? അത് മസ്താനിയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് മസ്താനിയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടു ഒരു 3-4 പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്തു ബിഗ് ബോസ് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രോയ്ക്ക് ഫസ്റ്റ് ഈ വീക്കിലുള്ള നോമിനേഷൻ എന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് കമ്പനി ആയിട്ട് നിന്നിട്ട് അവരുടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ അക്ബറിൻ്റെ ഗ്രൂപ്പ്, ഷാനവാസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയത്തില്ല വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നില്ലേ, വാഴയ്ക്ക് മൂട് വെക്കുക എന്ന് പറയും. അതേപോലെ ആ മൂടിനെല്ലാം വെട്ടിക്കളയാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞിട്ട് ടാസ്ക് ഉണ്ടായിരുന്നു, വേറെ നമ്മൾ 2 മിനിറ്റ് പറയുന്നത്. ആ 3 ദിവസം ഹൗസ് മേറ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റേതായിരുന്നു ബെസ്റ്റ് സ്റ്റോറി ഞാൻ നറേറ്റ് ചെയ്തത്. അതായിരുന്നു ടാസ്ക്, അല്ലാതെ ഒരു നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു ഗെയിം നടന്നു. കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷ്ണു കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ്. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീക്ക് നിന്നേനെ. ഡെഫിനറ്റ്ലി നെവിൻ ഒരു എന്റർടൈനർ ആണ്. കാരണം അവിടെ നെവിൻ ഇങ്ങനെ എന്റർടൈൻമെന്റ് കോണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കുന്നു. മസ്താനി വരാത്തത് അറിയില്ല. ലാസ്റ്റ് മിനിറ്റ് മസ്താനിയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പാനിയുടെ ആരാധകരെ പേടിച്ച് ഇറങ്ങില്ലെന്നാണ് ഇവിടെ പൊതുവെ പറഞ്ഞത്. എനിക്കറിയത്തില്ല, ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തില്ല. എനിക്ക് കാരണം ഞാൻ പറയില്ല, എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഔട്ടായി. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എൻ്റെ ഫോൺ കിട്ടുന്നത്. എനിക്ക് ആകെ ഒരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയിട്ടുള്ളൂ മൊത്തത്തിൽ നോക്കാൻ. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ താങ്ക് യു എവരിവൺ. താങ്ക് യു. ബൈ. ഇനി ഒരു എൻട്രി റീ എൻട്രി ഉണ്ടാവും ബിഗ് ബോസ്? ഡെഫിനറ്റ്ലി വിളിച്ചാൽ പോവും. അറിയത്തില്ല, നോക്കാം. അയ്യോ സത്യമായിട്ട് നിങ്ങളുടെ ഒട്ടും കൊതി തീർന്നിട്ടില്ല. നോക്കാം. ഫുഡ് ഭയങ്കര ശോകമാണ്. ഞാൻ കയറുന്നതിനെക്കാട്ടി എനിക്കൊരു 4-5 കിലോ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഒട്ടും ഫുഡില്ല. ഫുഡിന് എപ്പോഴും അടിയാണ്. ഞങ്ങൾക്ക് ഫുഡ് കിട്ടാറില്ല അവിടെ. അതാണ് സംഭവം. ലക്ഷറി ബഡ്ജറ്റ്. നിങ്ങൾ ഈ കാണുന്ന അടിയും വഴക്കും എല്ലാം ഒരു പീസ് ടൊമാറ്റോയ്ക്കും ഒരു സ്പൂൺ കറിക്കും വേണ്ടിയാണ് ആ വീട്ടിൽ നടക്കുന്ന മൊത്തം വെടികളെല്ലാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ എപ്പോഴേലും പറയാം. കാരണം ആ ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ആരും അറിയാത്തതും എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ആ വീടിൻ്റെ അകത്തുള്ളവർക്ക് മാത്രം കണ്ടതും. കഴിഞ്ഞ ഫ്രൈഡേ തേഴ്സ്ഡേ ആയിട്ട് കുറച്ച് സാബുമാൻ ഞങ്ങളുടെ കയറിയ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ്. പലപ്പോഴും വീടിനകത്ത് സാബുമാൻ ഉണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടുണ്ട്. ചുമ്മാ ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞിട്ടുണ്ട് സാബുമാൻ ഇങ്ങനെ ഇത് ബീൻ ബാഗ് നിൽക്കാതെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് വന്ന് ഇവൻ അടി നടന്ന സാബുമാൻ ആ സ്പോട്ടിൽ നിന്ന് ഓടിക്കളെ. സോ സാബുമാൻ ഈ ജിസേൽ ആര്യന്റെ കാര്യത്തില് ബിഗ് ബോസ് അത് കറക്റ്റ് ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നില്ല, അങ്ങനെ പരാമർശം അതിനെ ഞാൻ കുറിച്ച് നിങ്ങളായാലും പിന്നെ ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ആ ഒരു കോൺവെർസേഷൻ പറയുവാണെങ്കിൽ എനിക്കൊരു ലെങ്തി ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എപ്പോഴും ഞാൻ പറഞ്ഞുതരാം. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി കുറെ ആൾക്കാരുണ്ട്, നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ വീടിനകത്ത്. അതൊക്കെ ടെലികാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും എനിക്കറിയത്തില്ല. ഞാൻ പോയി എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. ശരി, താങ്ക് യു.